ഡെയിലി ഡോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ദിവസവും ഞാൻ ഈ പോഡ്കാസ്റ്റിന് വേണ്ടി വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നുകിൽ ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ച് വെച്ച ഒരു സബ്ജക്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ ആലോചിച്ച് മനസ്സിൽ വരുന്ന ഒരു കാര്യമൊക്കെ ആയിരിക്കും ഉണ്ടാവും. അങ്ങനെ വലിയൊരു പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ടോപ്പിക്ക് യൂട്യൂബിങ്ങിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഭയങ്കര ഒരു വലിയൊരു ഒരു പ്രൊഫഷനായിട്ട് വരെ മാറിയിരിക്കുന്ന ഒരു കാലമാണല്ലോ. യൂട്യൂബ് കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷത്തോളമായി യൂട്യൂബ് കാണാൻ തുടങ്ങിയിട്ട്. യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു അത്രത്തോളമൊക്കെ പഴക്കം ഉണ്ടാവും തോന്നുന്നു. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സ്ഥിരമായിട്ട് കണ്ടൊരു സീരീസ് അമേരിക്കയിൽ നിന്ന് 2 മലയാളികൾ പ്രൊഡ്യൂസ് ചെയ്ത സിറ്റുവേഷണൽ കോമഡി സീരീസായ അക്കരക്കാഴ്ചകൾ എന്ന് പറയുന്ന സീരീസ് ആയിരുന്നു. അതൊരു സീരീസ് ആണെന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ്, വെബ് സീരീസ് എന്നൊക്കെ ഉള്ള ഒരു ടേം ഇപ്പോഴാണല്ലോ വന്നത്. അന്ന് ഭയങ്കര രസമായിട്ട് അതിൽ ചിരിച്ച് ജോർജും ഗ്രിഗറി എന്നൊക്കെ പറയുന്ന ക്യാരക്ടറൊക്കെ ഭയങ്കര ചിരിപ്പിക്കുന്ന മലയാളി പ്രവാസികളുടെ കഥ, അമേരിക്കൻ മലയാളികളുടെ കഥയൊക്കെ കാണുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കും ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് ലക്ഷ്മി മേനോന്റെ ബ്ലോഗുകളാണ്. ഇപ്പം ഈ ലക്ഷ്മി മേനോൻ ദുബായിലാണ്. അവരുടെ ചില ബ്ലോഗ്സ് യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി. അവർ ആ സമയത്ത് ഭയങ്കര സജീവമായിരുന്നു. പിന്നീട് എനിക്കൊന്നും വീഡിയോസിൻ്റെ ഒരു എണ്ണമൊക്കെ വളരെ കുറഞ്ഞു പോയി. ഇപ്പം അങ്ങനെ യൂട്യൂബിലധികം കാണാറില്ല. പിന്നീട് സുജിത് ഭക്തൻ എന്ന് പറയുന്ന ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറയുന്ന ഒരു ചാനലാണ് കാണുന്നത്. ടെക് ട്രാവൽ ഈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് സുജിത് ഭക്തൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം മുമ്പ് അദ്ദേഹം വീഡിയോ ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ വളരെ സീരിയസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഈ യൂട്യൂബ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയുണ്ടായി. സ്പെഷ്യലൈസ്ഡ് ട്രിപ്സ് ലൈക്ക് ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്കുള്ള ട്രിപ്പ്, അങ്ങനത്തെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായി യാത്ര ചെയ്യും. ഏകദേശം 10ഓളം രാജ്യങ്ങൾ, ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും യൂട്യൂബിലെ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ തുടക്കം ശരിക്കും KSRTC ബ്ലോഗ് എന്ന് പറയുന്നത്, അതായത് KSRTCയുടെ ഒരു ഫാൻ പേജ് പോലെ അദ്ദേഹം തുടങ്ങിയതാണ്. കുറേ ആൾക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ഫാൻ പേജ്, ബ്ലോഗ് ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരു ഇത് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു KSRTC പോലും ചിന്തിക്കുന്നതിന് മുമ്പ് KSRTCക്ക് വേണ്ടിയിട്ട് ഒരു ഫാൻ പേജ് തുടങ്ങിയും പിന്നീട് അത് KSRTCയുമായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നത്തെ തുടർന്നത് അദ്ദേഹം തന്നെ ആനവണ്ടി ബ്ലോഗ് എന്ന് പറയുന്ന വേറൊരു പേരിലാക്കുകയും ഒക്കെ ചെയ്തു. ആ പേജ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അദ്ദേഹം ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് കൂടുതലായി അദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ച് ചെയ്യാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ നിരന്തരമായി ഫോളോ ചെയ്യുന്ന ആളുമാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ യൂട്യൂബിലേക്ക്, യൂട്യൂബർ എന്നുള്ളൊരു രീതിയിലേക്ക് ഒരുപാട് ആൾക്കാർ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും പല പല ടോപ്പിക്കുകൾ, ഇപ്പം കുക്കിംഗ് തന്നെ ഭയങ്കര കോമ്പറ്റീഷനായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽസാണ് ഈ കുക്കിംഗ് വിഷയമായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. അതുകൂടാതെ ഇപ്പം ഭക്ഷണം എന്നുള്ളത് കൂടാതെ തന്നെ എടുത്തിരിക്കുന്ന യാത്ര അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോൾ യാത്രയെക്കുറിച്ചുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തത ഭയങ്കരമായിട്ട് കൂടി വരുന്നു. ഇപ്പം ഞാൻ ഒരാൾ എല്ലാ ദിവസവും സൈക്കിളിൽ പോയി കൊച്ചിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും കാഴ്ചകൾ കാണിച്ചു വരുന്നു. അത്ര വലിയ രസകരമായ കാഴ്ചകളൊന്നുമല്ല. സിനിമാ താരങ്ങളുടെ വീടുകൾ, മമ്മൂട്ടിയുടെ വീട്, ദുൽഖർ സൽമാൻ്റെ വീട്, മോഹൻലാലിൻ്റെ വീട്. പക്ഷേ അതിനുവേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. രാവിലെ സൈക്കിളിൽ കയറുക, ഒരു ക്യാമറ കയ്യിൽ പിടിച്ച് സൈക്കിളിൽ പോയി ഓരോരോ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുക. ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള യാത്രകളാണ്, ചെറിയ ചെറിയ യാത്രകളൊക്കെയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പം ഈ സബ്ജക്റ്റിൻ്റെ വ്യത്യസ്തതയാണ് എൻ്റെ കുറച്ച് നാളായിട്ട് ഞാനിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കുക്കിംഗ്, ട്രാവലിൽ തന്നെ ഇപ്പോൾ സൈക്കിളിൽ പോകുന്നു. ഓട്ടോമൊബൈലിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന ജേർണലിസ്റ്റ് ആയിട്ടുള്ള ബൈജു എൻ നായരെ പോലുള്ള ആൾക്കാർ മുതൽ താഴേക്കിടയിലുള്ള ചെറിയ ചെറിയ ആൾക്കാർ വരെ ഓട്ടോമൊബൈൽ ചാനൽസ്, ഓട്ടോമൊബൈൽ ആധാരമാക്കിയിട്ടുള്ള ചാനൽസിനെ ഒരു യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് റീത്തൂസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ കണ്ടു. അത് ഒരു 20 വയസ്സിന് താഴെ ഉണ്ടാവണം, അല്ലെ 20 വയസ്സിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്ലാസ്സിൽ
ടീച്ചറുടെ റോൾ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ എങ്ങനെ, ഇതൊക്കെ ആ കുട്ടി തന്നെ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് ചെയ്യുക. മൈൻഡ് വോയിസ്, അതിൻ്റെ മനസ്സിൻ്റെ വോയിസ് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിട്ടിട്ടൊക്കെ ചെയ്യുന്നതാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ രസമാണ്. അപ്പം ഇതിപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡാണ്. ആൾക്കാർ എന്തോ ചെയ്താലും യൂട്യൂബിലേക്ക് വരിക. പക്ഷേ വളരെ പരിശ്രമശീലരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് എല്ലാ ദിവസവും നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചിലരൊക്കെ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ എൻ്റെ ചിന്തയുടെ പുറകിൽ. ഞാനിതിൽ കൂടാതെ ഇത് കൂടാതെ തന്നെ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ പൈലറ്റ്സ് ചെയ്യുന്നുണ്ട്, റേഡിയോ ജോക്കീസ് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ, വർക്കൗട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള, ജിംനേഷ്യസിനെ ബേസ് ചെയ്തിട്ടുള്ള, അങ്ങനെ പല പല രസകരങ്ങളായ ടോപ്പിക്സും ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ നിങ്ങളിങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു വിഷയത്തിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരം എന്നെയും കൂടെ അറിയിക്കും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.